എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കൺമുന്നിൽ ഒരു വലിയ അപകടം നടക്കാൻ പോകുകയാണെന്ന് നിങ്ങൾ വളരെ വ്യക്തമായി കാണുന്നു എന്ന് വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പോൾ എന്തു ചെയ്യണം? അത് തടയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാധ്യതയുണ്ടോ? ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചോളൂ. നോക്കൂ, നമ്മളിപ്പോൾ ചോദിച്ച ഈ ചോദ്യത്തിന് ഭഗവത്ഗീത നൽകുന്ന ഒരു ഗംഭീര മറുപടിയാണ് ഈ ശ്ലോകം. ഇതൊരു ക്ലാസ് മുറിയിലിരുന്ന് പറയുന്ന തത്വചിന്തയല്ല, മറിച്ച് സ്വന്തം ബന്ധുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന അർജുനൻ എന്ന യോദ്ധാവിന്റെ വാക്കുകളാണ്. ഒന്നോർക്കണം, ഇത് വെറുമൊരു സാങ്കല്പിക ചർച്ചയല്ല. ഇത് ചോര വീഴാൻ പോകുന്നൊരു യുദ്ധക്കളമാണ്. അവിടെ നിന്നുകൊണ്ട് സ്വന്തം കുടുംബത്തെ കൊല്ലേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണിത്. സാഹചര്യം ഇതിലും ഗൗരവതരമാവാനില്ല, അല്ലേ? അപ്പോ ഈ ശ്ലോകത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. ഇതിന്റെ തൊട്ടു മുമ്പത്തെ ശ്ലോകത്തിന്റെ ഒരു തുടർച്ചയാണ്. ഒരു വാക്യം പൂർത്തിയാക്കുകയാണിവിടെ. ഒരു വശത്ത് കൗരവർ അത്യാഗ്രഹം കൊണ്ട് അവരുടെ കണ്ണ് മഞ്ഞളിച്ചുപോയി. വരാൻ പോകുന്ന നാശം അവർ കാണുന്നില്ല. പക്ഷെ മറുവശത്തോ നമ്മൾ, അതായത് പാണ്ഡവർ, അത് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. കണ്ടോ, ഈ ഒരു വ്യത്യാസത്തിലാണ് അർജുനന്റെ മുഴുവൻ വാദവും കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഉള്ളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. എങ്ങനെയാണ് ഇത്ര ലളിതമായ വാക്കുകൾ വെച്ച് അർജുനൻ ഇത്ര ശക്തമായൊരു ആശയം മുന്നോട്ട് വെക്കുന്നതെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതാണ് ഈ ശ്ലോകത്തിലെ പ്രധാന വാക്കുകൾ. കഥം ന ജ്ഞേയം, എന്തുകൊണ്ട് അറിഞ്ഞുകൂടാ. അസ്മാഭിഹ്, നമ്മളാൽ. പാപ തസ്മാത് നിവർത്തിതും, ഈ പാപത്തിൽ നിന്ന് പിന്തിരിയാൻ. ഇതെല്ലാം കൂടി ചേരുമ്പോൾ അർത്ഥം പൂർണ്ണമാകുന്നത് അവസാനത്തെ ആ വാക്കു വരുമ്പോഴാണ്. പ്രപശ്യദ്ഭിഹ്, അതായത് എല്ലാം വ്യക്തമായി കാണുന്ന നമ്മളാൽ. ആ വാക്കിലാണ് ശരിക്കും ഇതിന്റെ ശക്തി മുഴുവൻ കിടക്കുന്നത്. അതെ, ആ വാക്കിലേക്ക് തന്നെ നമുക്ക് വരാം. പ്രപശ്യദ്ഭിഹി. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? വെറുതെ കാണുന്നവരെന്നല്ല. ആ പ്ര എന്ന ഉപസർഗം കണ്ടോ? അത് കാണുക എന്ന സാധാരണ അർത്ഥത്തെ ആഴത്തിൽ ഗ്രഹിക്കുക, തുളച്ചു കാണുക എന്നൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് ഒരു കാര്യത്തിന്റെ എല്ലാ വരുംവരായികകളും മനസ്സിലാക്കുക. ഒരു എക്സ്റേ വിഷൻ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അർജുനൻ ഇവിടെ വെറുതെ ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് പറയുകയല്ല ചെയ്യുന്നത്, അല്ല, മറിച്ച് ഞങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി കാണുന്നവരാണ് എന്നൊരു ഉയർന്ന ധാർമ്മിക നിലപാട് സ്വീകരിക്കുകയാണ്. മറ്റുള്ളവരെ പോലെ അറിവില്ലായ്മയുടെ പേരിൽ ഞങ്ങൾക്ക് മാറി നിൽക്കാനാവില്ല എന്ന് പറയുകയാണ്. ഇനി ശ്ലോകത്തിന്റെ തുടക്കത്തിലേക്ക് വരാം. കഥം ന ജ്ഞേയം, എന്തുകൊണ്ടറിഞ്ഞുകൂടാ. ഇത് ശരിക്കും ഒരു ചോദ്യമാണോ? അല്ല, ഇതൊരു റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇത് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് പിന്മാറിക്കൂടാ എന്ന് ചോദിക്കുമ്പോൾ അർജുനൻ ഉറപ്പിച്ചു പറയുകയാണ്, നമ്മൾ തീർച്ചയായും ഇതിൽ നിന്ന് പിന്മാറണം എന്ന്. സംസ്കൃത വ്യാകരണത്തില് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ആ ജ്ഞേയം എന്ന വാക്ക് ഒരു കടമയെ, ഒരു ആവശ്യകതയെയാണ് സൂചിപ്പിക്കുന്നത്. അറിയണമെന്ന് മാത്രമല്ല, അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. അപ്പോൾ ആ തിരിച്ചറിവ് ഒരു ഓപ്ഷനല്ല, അതൊരു ഉത്തരവാദിത്തമായി മാറുന്നു. അപ്പോൾ ഈ വാക്കുകളെല്ലാം ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? അറിവിനെക്കുറിച്ചും ഉത്തരവാദിത്തത്തെക്കുറിച്ചുമുള്ള വളരെ ശക്തമായ ഒരു വാദമാണ്. അതാണ് അറിവിന്റെ ഭാരം. ഈ ഒരു താരതമ്യം നോക്കൂ. യുദ്ധക്കളത്തിലെ രണ്ട് പക്ഷങ്ങളെ അർജുനൻ എങ്ങനെയാണ് വേർതിരിക്കുന്നതെന്ന്. ഒരു വശത്ത് അത്യാഗ്രഹം കൊണ്ട് അന്ധരായ കൗരവർ, അവർക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവർ അറിവില്ലായ്മയിൽ നിന്ന് പ്രവർത്തിക്കുന്നു. മറുവശത്ത് പാണ്ഡവർ, അവർക്ക് കാഴ്ചയുണ്ട്, അവരെല്ലാം വ്യക്തമായി കാണുന്നു, അതുകൊണ്ട് അവരുടെ അറിവ് അവർക്കൊരു വലിയ ഉത്തരവാദിത്തം നൽകുന്നു. അവർ കാണുന്നില്ല എന്നത് നമ്മൾക്കും കാണാതിരിക്കാനുള്ള ഒരു കാരണമാകുന്നില്ല. ഇതാണ് ഈ ശ്ലോകത്തിന്റെ കാതൽ. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ, അറിവ് ബാധ്യത സൃഷ്ടിക്കുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമെങ്കിൽ ആ അറിവ് നിങ്ങളിൽ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, അറിവില്ലായ്മ ഒരു അനുഗ്രഹമാണ്, അഥവാ ഇഗ്നോറൻസ് ഇസ് ബ്ലിസ് എന്ന്. എന്നാൽ അർജുനൻ പറയുന്നത് നേരെ തിരിച്ചാണ്. ഇവിടെ അറിവ് ഒരു ഭാരമാണ്. കാരണം ആ അറിവ് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ നിങ്ങളെ നിർബന്ധിക്കുന്നു. കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കാൻ, അറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കാൻ അത് നിങ്ങളെ സമ്മതിക്കില്ല. അപ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധക്കളത്തിൽ ചോദിച്ച ഈ ചോദ്യത്തിന് ഇന്ന് എന്ത് പ്രസക്തിയാണുള്ളത്? നമുക്ക് നോക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ ആശയം എങ്ങനെയാണ് വരുന്നതെന്ന്. ഈ പുരാതന ശ്ലോകം നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഇവയാണ്. ഒന്നാമതായി,
കാര്യങ്ങൾ വ്യക്തമായി കാണാൻ ശ്രമിക്കുക. എന്ത് ചെയ്യുന്നതിനു മുൻപും അതിന്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. രണ്ടാമതായി, അങ്ങനെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായാൽ ആ അറിവ് ഒരു ഉത്തരവാദിത്തം കൊണ്ടുവരുന്നുണ്ട്. മൂന്നാമതായി, മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു എന്നത് നിങ്ങൾക്കും അത് ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അവരുടെ അറിവില്ലായ്മ നിങ്ങളുടെ ഒഴികഴിവല്ല. കാരണം നിങ്ങൾക്ക് കാഴ്ചയുണ്ട്. അതുകൊണ്ട് തെറ്റിൽ നിന്ന് പിന്മാറാൻ എപ്പോഴും ഒരു അവസരമുണ്ട്. കാഴ്ച എന്നത് വലിയൊരു ഭാരമാണെന്ന് തിരിച്ചറിയുക. അവസാനമായി ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ ഒരു തെറ്റ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ വ്യക്തമായി കാണുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ആ കാഴ്ചയുടെ ഭാരം നിങ്ങൾ എങ്ങനെയാണ് നേരിടുക? ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.